എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ മനസ്സിലെ ചിന്തകൾ രഹസ്യമായിട്ട് അറിയാം. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകൾ തിരഞ്ഞെടുത്തവരുടെയും കോമൺ റീഡിംഗ് ആണ്. അതുകൊണ്ട് ഏത് ഫയൽ തിരഞ്ഞെടുത്താലും ഇത് തന്നെയാണ് ബാധകം. അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക. ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ വ്യക്തിയുടെ മനസ്സിൽ എന്താണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളുമായിട്ട് പലതരത്തിലുള്ള ബന്ധമുള്ളവരാകാം. മക്കളാകാം, സഹോദരങ്ങളോ സഹോദരി ആകാം, ഭാര്യ ഭർത്താവ്, പങ്കാളി, സ്നേഹിക്കുന്നവർ ആരുമാകാം. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളറിയാതെയുള്ള ഉദ്ദേശം എന്താണെന്ന് നോക്കാം. നിങ്ങളെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ ചിന്ത. നമുക്ക് ഒന്നാമത്തെ കാർഡ് എംപ്രസ് ആണ്. എംപ്രസ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദൃഢമായി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദൃഢമായി ആ ബന്ധം വളർച്ചയുടെ ആ ഒരു പാതയിലേക്ക് വലിയ വേഗതയിൽ സഞ്ചരിക്കുകയാണ്. അതായത് ഏറ്റവും വേഗതയിൽ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. അത് നിങ്ങൾക്ക് നല്ലത് കൂടിയാണ്. നിങ്ങൾക്ക് സമ്പന്നത ഉണ്ടാകുകയാണ്. സൃഷ്ടി എന്നൊരു കാര്യം അവിടെ വരുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരുമിച്ച് കുട്ടികൾ, നിങ്ങൾ പങ്കാളികൾ പ്രണയമാണെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാൻ പോകുന്നു. നിങ്ങൾ ഒരുമിച്ചുള്ള കുഞ്ഞുങ്ങൾക്ക് നന്മയുണ്ടാകാൻ പോകുന്നു. നിങ്ങൾ തമ്മിലുള്ള വിവാഹം, എൻഗേജ്മെൻറ്റ്, നിങ്ങളുടെ മനസ്സ് തുറന്ന് നിങ്ങൾ ഇഷ്ടമാണെന്ന് പറയാൻ പോകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുന്നു. മാത്രമല്ല ഭൂമി സംബന്ധമായി നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകുന്നു. വീട് വെക്കാനുള്ള ഭാഗ്യം, പുതിയ ഭവനം, ഇഷ്ടഭവനം, ഇഷ്ട സ്ഥലത്ത് വരിക, ഉണ്ടാക്കുക, അതിനുള്ള സാഹചര്യം ഉണ്ടാകുക, അതിനുള്ള ധനം വരിക, പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്ന ഒരു പരിപാലനം ഉണ്ടാകുക. ആ പ്രകൃതിയായിട്ട് തന്നെ ആവണമെന്നില്ല. നിങ്ങൾ പരസ്പരം ഏതെങ്കിലും ഒരു ആപത്ത് ഘട്ടത്തിൽ പരസ്പരം സഹായിക്കുന്നതായിട്ട് മാറാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് സംഭവിക്കും. ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിൽ വളർച്ചയുണ്ടാകുന്നു. സ്ത്രീ സംബന്ധമായ മാതൃസ്നേഹം കിട്ടുന്നു. ഒരു സ്ത്രീയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അത് സ്ത്രീക്കും പുരുഷനും ഒക്കെ ഉണ്ടാകാം. ചിലപ്പോൾ അമ്മയാകാം, സഹോദരിയാകാം, സുഹൃത്തായൊരു സ്ത്രീയാകാം, അല്ലെങ്കിൽ കാമുകിയാകാം, പ്രണയമുള്ള ഒരാളാകാം, ആകർഷണമുള്ള ഒരാളാകാം. ഒരു സ്ത്രീയുടെ സഹായം നിങ്ങൾക്ക് കിട്ടുന്നു. ചിലപ്പോൾ ഒരു കൂട്ടുകാരിയായിട്ട് നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ അവരിൽ നിന്നുള്ളൊരു സഹായമാകാം, അവരുടെ ഒരു കെയർ ആകാം. പുതിയ തുടക്കം, നേരത്തെ പറഞ്ഞതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതിലേക്കുള്ളൊരു തുടക്കമാകാനും സാധ്യതയുണ്ട്. ഏതായാലും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പോസിറ്റീവായിട്ട് നിങ്ങളുമായിട്ട് ബന്ധം ചേർക്കാനും, നിങ്ങളെ വിശ്വാസപ്പെട്ട് ജീവിക്കാനും, അതുവഴി നിങ്ങൾക്ക് രണ്ടുപേർക്കും മെച്ചം, സമ്പത്ത്, സമാധാനം, സമൃദ്ധി, ഇതൊക്കെയാണ് ഈ ആദ്യത്തെ കാർഡ് കാണിക്കുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ്. ബന്ധം മോശമാകുകയല്ല, നേരെ മറിച്ച് ബന്ധം ഊഷ്മളമാവുന്ന ഒരു കാർഡാണ് ആദ്യത്തെ കാർഡ്. നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. രണ്ടാമത്തെ കാർഡ് 4 ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന കാർഡാണ്. 4 വാളുകളാണ്. ഇവിടെ നമുക്ക് നോക്കാം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ കാര്യങ്ങളാണ് നാം നോക്കുന്നത്. ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ നമ്മളതിനെ നോക്കിക്കാണുമ്പോൾ രണ്ടാമത്തെ കാർഡ് നമുക്ക് നൽകുന്ന സന്ദേശം, വിശ്രമിക്കുന്നൊരു വ്യക്തിയെ നിങ്ങൾ ആ കാർഡിൽ കാണുന്നുണ്ട്. അവിടെ ഒരു വിശ്രമമാണ്. അതായത് നിങ്ങൾക്ക് പ്രതിസന്ധിയിൽ നിന്ന് മാറി ഒരു വിശ്രമത്തിനുള്ള അവസ്ഥ കിട്ടിയിരിക്കുന്നു. നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാകാം, ഒരുപാട് പോരാട്ടങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. ഇപ്പോൾ വാള് താഴെ വെച്ചുകൊണ്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കാണുന്നത്. അതായത് നിങ്ങളും നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് കലുഷിതമായ സംഭവങ്ങളുണ്ടായി. അല്ലെങ്കിൽ ആ ബന്ധം നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള പോരാട്ടങ്ങളൊക്കെ നടത്തേണ്ടി വന്നു. അങ്ങനെ നിങ്ങൾക്കും ആ വ്യക്തിക്കും നടത്തേണ്ടി വന്ന പോരാട്ടങ്ങൾ വലിയ തരത്തിലുണ്ട്. ആ പോരാട്ടങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആ പോരാട്ടങ്ങളിൽ നിന്ന് നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ പ്രതിസന്ധിയില്ല.
ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറുന്നു. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളൊരു വസ്തുതയാണ് അവിടെ വരുന്നത്. വിശ്രമിക്കാനുള്ളൊരവസരം ലഭിച്ചിരിക്കുന്നു. അതായത് ആശങ്കപ്പെടാനൊന്നുമില്ല. ഒരു ആത്മപരിമാണം സംഭവിച്ചിരിക്കുന്നു. മുമ്പ് നിങ്ങൾ കരുതിയിരുന്ന തെറ്റായ കാര്യങ്ങൾ ഒരുപക്ഷെ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നായിരിക്കാം അത്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടായി കാണും. മറ്റുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് ആ വ്യക്തി തെറ്റായി, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് തെറ്റായി ചിന്തിക്കുകയും മറ്റുള്ളവർ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളോടുണ്ടായ വെറുപ്പ് മാറിയിരിക്കുന്നു. അതാണ് ആത്മപരിമാണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളാണ് ശരിയെന്നും നിങ്ങൾ പറയുന്നതാണ് ശരിയെന്നും ആ വ്യക്തിക്ക് മനസ്സിലായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ബന്ധത്തിലത് ദൃഢത തന്നെയാണ് നൽകുന്നത്. ഒരു കാലത്ത് പോരാട്ടങ്ങളെ ആ വാൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു കാലത്ത് നിങ്ങൾ ആ വ്യക്തിയും തമ്മിൽ അടുക്കാൻ വേണ്ടി നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുപാട് പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നു. വാൾ എന്ന് പറയുന്നത് സംഘർഷങ്ങളുടെ ഒരു പ്രതീകം കൂടിയാണ്. സംഘർഷമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു വന്നിട്ടാണ് നിങ്ങളിപ്പോഴത്തുള്ള ഈ സമാധാനം കിട്ടുന്ന ഈ ആത്മസംതൃപ്തിയുടെ അല്ലെങ്കിൽ ഈ വിശ്രമത്തിൻ്റെ സമയത്തെത്തിയത്. അങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി, നിങ്ങൾ രണ്ടുപേരിൽ ആരും ആകാം, ആലോചിക്കുന്നുണ്ട് പഴയ ആ കാലഘട്ടത്തെക്കുറിച്ച്. ഒരുപാട് സഹിച്ചു, ഒരുപാട് വേദനിച്ചു, ഒരുപാട് വെല്ലുവിളി സ്വീകരിച്ചു. അങ്ങനെയാണ് നിങ്ങളും ആ വ്യക്തിയും അടുത്തത് എന്നുള്ളത് ആ വ്യക്തി ഓർക്കുന്നുണ്ട്. നിങ്ങൾക്കവിടെ ഒരു ജനൽ കാണാം. ചില്ലുള്ള ഒരു ജനലാണ് നിങ്ങൾ കാണുന്നത്. ആ കാടിൽ പുറത്തേക്കുള്ള ഒരു ജനൽ. ചില്ലുള്ള ജനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്ത് ഉള്ള അത് കൃത്യമായി കാണാൻ കഴിയുന്നു. അതായത് ഒരു മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ശരിക്ക് കാണുന്നുണ്ട്, നിങ്ങളെ മാനസികമായിട്ട് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ നന്മ എന്താണ്, അതെല്ലാം ആ വ്യക്തി ഇപ്പം മനസ്സിലായിരിക്കുന്നു. അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ് ആ വ്യക്തി ഇരിക്കുന്നത്. നിങ്ങൾ ആ വ്യക്തിയെ ചതിക്കില്ലെന്നും വഞ്ചിക്കില്ലെന്നും ഒക്കെ ആ വ്യക്തിക്ക് അറിയാം. ഒരു നിർവൃതി ആ കാര്യത്തിലുണ്ട്. ആ വ്യക്തി തല വെച്ചിരിക്കുന്ന ഒരു തലയിണയിൽ ആണ്. അതൊരു കാട് നിങ്ങൾ കാണുന്നുണ്ട്. അത് ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുത്തിരിക്കുന്നു, നിങ്ങളെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങളിൽ സംശയിക്കാനൊന്നുമില്ല എന്നുള്ളത് ആ വ്യക്തി കണ്ടെത്തിയിരിക്കുന്നു. ആ വ്യക്തി അനുഭവങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത്. ഒരു ആത്മപരിശോധനയിലൂടെ ആ വ്യക്തി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. മുന്നിലെ വാള് പഴയ പോരാട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപാട് പോരാട്ടങ്ങളിലൂടെയാണ് ഈ നിലയിലേക്ക് നിങ്ങളുടെ ബന്ധം വളർന്നത്. ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഇടവേള കിട്ടിയിരിക്കുകയാണ്. ഒരുപാട് വെല്ലുവിളികൾക്ക് ശേഷം ആ വ്യക്തിക്കും നിങ്ങൾക്കും സമാധാനമായി ഇരിക്കാൻ കഴിയുന്നു. മുമ്പുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, നിരന്തരമായുണ്ടായിരുന്ന പ്രശ്നങ്ങളും നിങ്ങളുടെ ഇടയിലും നിങ്ങളുടെ ഇടയിലേക്ക് മറ്റുള്ളവർ തള്ളിയിട്ട പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നൊരവസ്ഥ കൂടിയുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങളുടെ ആ വിശ്രമം അമിതമാകരുത്. വിശ്രമിക്കുമ്പോൾ ആ വിശ്രമത്തെ ആളുകൾ മിസ്യൂസ് ചെയ്യുന്ന, ആളുകൾ മുതലെടുക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും പോകരുത്. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ബോധ്യമുണ്ടാകണം. കാരണം വിശ്രമം മടിയായിട്ട് പോകരുത്. അത് ജീവിതത്തിൽ ഒരുപാട് തകർച്ചകൾക്ക് വീണ്ടും കാരണമായേക്കാം. വിശ്രമിക്കാനുള്ള സമയത്ത് വിശ്രമിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അത് പോകരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാർഡ് സൂചിപ്പിക്കുന്നത്. നമുക്ക് മൂന്നാമത്തെ കാർഡിലേക്ക് പോകാം. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്നാണ് പറയുന്നത് ആ കാർഡ്. ഈ 8 ഓഫ് പെൻറ്റക്കിൾസ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഈ കാർഡ് നോക്കുമ്പോൾ കാണാം, ആ കാർഡിൽ കഠിനാധ്വാനം ചെയ്യുന്നൊരു വ്യക്തിയെ കാണാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി കഠിനാധ്വാനം ചെയ്യുന്നൊരു വ്യക്തിയാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും ആ വ്യക്തി തൻ്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിനായിട്ട് കഠിനമായി പ്രവർത്തിക്കുകയാണ്. അത് നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് എന്നുള്ളതിലൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളോടുള്ള ഇഷ്ടവും ആ കഠിനാധ്വാനത്തിലുണ്ട്. അതായത് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നൊരു വ്യക്തിയെ നമുക്കതിൽ കാണാം. ലക്ഷ്യം കേന്ദ്രീകരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു നിക്ഷിപ്തമായ ലക്ഷ്യം ആ വ്യക്തിക്കുണ്ട്. ആ ലക്ഷ്യത്തിലല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. ആ സമയത്ത് ഒരു പക്ഷേ
നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളോട് ഇടപഴകാനോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ സ്നേഹിക്കാനോ ആ വ്യക്തിക്ക് സമയം കിട്ടണമെന്നില്ല എന്നുള്ള പ്രത്യേകതയുണ്ട്. തൻ്റെ ജോലി എളുപ്പമാക്കാനും തൻ്റെ ജോലിയിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാനും ആ വ്യക്തി കൃത്യമായ പഠനം നടത്തുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തി ചെയ്യുന്ന കരിയറിൽ ആ വ്യക്തി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയാണ്. സമയം ചെലവഴിച്ചുകൊണ്ട് പഠിക്കാനും അറിയാനും അങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കാനും ആ വ്യക്തി ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ആ വ്യക്തിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആ വ്യക്തി ജീവിതത്തിൽ അത്തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും. അങ്ങനെ ആ മുന്നേറ്റത്തിലൂടെ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും വിജയിക്കാനും കഴിയും. അങ്ങനെ ഒരു വിജയം ആ വ്യക്തി കൈവരിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വ്യക്തി ആ വിജയത്തോട് അടുക്കും. ആ വ്യക്തിയുടെ പാദം അവിടെ കാണുന്നുണ്ട്. അവിടെ ധനം ആ വ്യക്തിയുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്നുവെന്നും ജീവിതത്തിൽ എല്ലാത്തിനും ഒരു വഴി ലഭിക്കുമെന്നും നമുക്കതിലൂടെ കണക്കാക്കാം. നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിൽ നിങ്ങൾക്കും കൂടി വേണ്ടി നിങ്ങളും ഉൾപ്പെടുന്ന കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ അവിടെ കാണാം. ആ വ്യക്തിയുടെ കാലുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല ഭൂമി സംബന്ധമായി ഭൂമിയിലേക്ക് നീണ്ടു നിൽക്കുന്ന ആ കാല്, ഭൂമിയിലൊരു കാല് നിങ്ങൾക്കുണ്ടാകുമെന്ന് പറയുന്ന പോലെ കാൽകുത്തി ഭൂമിയിൽ നിൽക്കാനുള്ള ഒരവസ്ഥയിലേക്ക് നിങ്ങളെത്തും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റങ്ങളുണ്ടാവും. പ്രായോഗികതയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ആ വ്യക്തിയുടെ പ്രായോഗികമായ നിലപാട് നിങ്ങളെ സഹായിക്കും. പുറത്തൊരു ഗ്രാമം ആ ചിത്രത്തിൽ കാർഡിൽ കാണുന്നുണ്ട്. അത് നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുമെന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നിങ്ങളുടെ വ്യക്തിയെയാണ് കാണുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റൊന്നുമില്ല, ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്, കഠിനാധ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ലക്ഷ്യം തെറ്റാതെയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴിതെറ്റാതെയും നിങ്ങളുടെ ലക്ഷ്യബോധം ആരെങ്കിലും തെറ്റിക്കാതെയും നിങ്ങൾ സൂക്ഷിക്കണം. അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം. നമുക്ക് നാലാമത്തെ കാർഡിലേക്ക് പോകാം. നാലാമത്തെ കാർഡ് പറയുന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞ കാർഡ് നമ്മളെ സൂചിപ്പിക്കുന്നത് വളർച്ച തന്നെയാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലെ വളർച്ച തന്നെയാണ്, പോസിറ്റീവായിട്ടുള്ള ബന്ധമാണ്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലും വളർച്ച തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ആ വളർച്ച നിങ്ങൾക്ക് ആശ്വാസമാണ്. അവിടെ ഒരു കൈ നിങ്ങൾ കാണുന്നുണ്ട് ഈ കാർഡിൽ. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ സമ്മാനമായി ആ വ്യക്തി നിങ്ങൾക്ക് പാരിതോഷികങ്ങൾ നൽകുന്നു, നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ ഇവിടെ വ്യക്തമാണ്. കൂടാതെ മേഘങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. മേഘങ്ങൾ പുതിയ ആശയത്തിൻ്റെയും പുതിയ ഒരു ലോകത്തിൻ്റെയും പുതിയൊരു ലോകത്തേക്ക് നിങ്ങൾ എത്തുന്നു. ഇതുവരെ പ്രതീക്ഷയറ്റ ഒരു ലോകത്താണ് നിങ്ങൾ ജീവിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ലോകത്തേക്ക് നിങ്ങൾ എത്തുന്നതിന് അത് കാരണമാകുന്നു. അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നൊരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നു. ഒരു ജീവിതത്തിൽ വളർച്ചയുള്ളൊരു കാലഘട്ടം ഉണ്ടാകുന്നു, പ്രതീക്ഷയുള്ളൊരു കാലഘട്ടം ഉണ്ടാകുന്നു. ഒരു പൂന്തോട്ടം നിങ്ങളവിടെ കാണുന്നുണ്ട്. പൂന്തോട്ടം സമൃദ്ധിയുടെയും നിങ്ങളുടെ വളർച്ചയുടെയും പ്രതീകങ്ങളാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനവും സുരക്ഷയും ഈ ബന്ധത്തിൽ നൽകുന്നു. ആ വ്യക്തിയുടെ മനസ്സിലും നിങ്ങളോടുള്ള സ്നേഹവും സമാധാനവും സുരക്ഷയും കാണാൻ കഴിയും എന്നുള്ളതാണ്. സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചിന്താഗതി മാറിപ്പോകാതെയും വഴിതെറ്റിപ്പോകാതെയും സുരക്ഷിതമല്ലാത്ത പ്രവൃത്തികളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള സമാധാനത്തിൻ്റെയും സമ്മാനം നൽകുന്നതിൻ്റെയും വളർച്ചയുടെയും നേട്ടങ്ങളുടെയും ഒക്കെ ഒരു പ്രതീകമാണ്. ബന്ധത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നതും അതുതന്നെയാണ്. വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അടുത്ത കാർഡ് വരുന്നത് 4 ഓഫ് വാട്ട്സ് എന്ന് പറഞ്ഞ കാർഡാണ്. ഇത് സൂചിപ്പിക്കുന്നത് ജീവിതത്തിലെ ആഘോഷങ്ങളുടെ സമയമായിരിക്കുന്നു. ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നു, ജീവിതത്തിൽ സ്ഥിരത കൈവരിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ നിങ്ങൾക്ക് ജീവിതത്തിൽ അവസാനം സ്ഥായിയായൊരു ജീവിതം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആ സ്ഥായിയായ ജീവിതം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങൾക്ക് ഒരുപാട് മാനസികമായ സംതൃപ്തിയും സ്ഥിരതയും ദൃഢതയും ഒക്കെ നൽകുന്നു. 4 വടികൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. അത് വിജയത്തിൻ്റെ പ്രതീകമാണ്. നിങ്ങൾ
ജീവിതത്തിൽ പോരാടി വിജയിച്ചു. നിങ്ങളുടെ തമ്മിലുള്ള ബന്ധങ്ങളുടെ കാര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളോടുള്ള ചിന്തയുടെ കാര്യത്തിലും ഒക്കെ നിങ്ങളുടെ വ്യക്തി വിജയിച്ചിരിക്കുന്നു. നിങ്ങളെ നേടുന്നതിൽ നിങ്ങളുടെ വ്യക്തി വിജയിച്ചിരിക്കുന്നു. ആ വ്യക്തിയെ നേടുന്നതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ശ്രമങ്ങളിലൊരു നേട്ടത്തിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു. സ്ഥിരത ജീവിതത്തിൽ നിങ്ങൾക്ക് കൈവരിച്ചിരിക്കുന്നു. ഒരുപാട് വെല്ലുവിളികൾക്ക് ഒപ്പം സഞ്ചരിച്ച് നിങ്ങൾക്ക് അവസാനം വിജയിക്കാൻ സാധിച്ചിരിക്കുന്നു. ഒരു മാല നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നുണ്ട്. അത് ആഘോഷങ്ങളുടെയും നിങ്ങളുടെ മനസ്സിലെ സന്തോഷത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. മനസ്സിൽ എന്തെന്നില്ലാത്ത ആനന്ദം നിങ്ങൾക്കുണ്ടാകുന്നു. അതാണ് ആ മാല സൂചിപ്പിക്കുന്നത്. അവിടെ ഒരു കെട്ടിടം നിങ്ങൾക്ക് കാണാം. അത് സ്ഥിരതയുടെയും സുരക്ഷയുടെയും ചിഹ്നമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജീവിതം എത്തുന്നു. നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു. അവിടെ നിങ്ങൾക്ക് ആളുകളെ കാണാം. ആളുകൾ കാണുന്നത് വലിയൊരു ആഘോഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ആ ആഘോഷത്തിന് വേണ്ടി വന്നവരാണവർ. അതായത് നിങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു. അവരൊക്കെ കൂടിയിട്ട്, അത് ബന്ധുക്കളാകാം, ഏറ്റവും അടുത്തവരാകാം, ഉള്ള ആഘോഷത്തിൻ്റെ ദിനങ്ങളാണ്, സമാധാനത്തിൻ്റെ ദിനങ്ങളാണ് വരുന്നത്. നിങ്ങൾ അമിതമായി ആഘോഷിക്കുകയോ ചെയ്യരുത്. ജീവിതത്തിൽ തൃപ്തി അടയുക. ജീവിതത്തിൽ വിരസമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ജീവിതത്തിൻ്റെ വളർച്ച നിശ്ചലമാകാതെ നോക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ലൈഫായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് നമുക്ക് ലാസ്റ്റ് കാർഡാണ്. ഡെത്ത് എന്നാണ് ഈ കാർഡിനെ അറിയപ്പെടുന്നത്. ഈ കാർഡിൻ്റെ പേര് ഡെത്ത് ആണെങ്കിലും ഇതൊരിക്കലും മരണത്തെ സൂചിപ്പിക്കുന്നില്ല, നഷ്ടത്തെ സൂചിപ്പിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാർഡിലെ ആ വ്യക്തി മാറ്റത്തിന് ഉള്ള സൂചനയാണ്. മോശം കാലഘട്ടം അവസാനിക്കുകയും നല്ല കാലത്തിലേക്ക് നിങ്ങളുടെ ജീവിതം വരികയും ചെയ്യുന്നു. നിങ്ങൾക്കൊരു പുനർജന്മം പോലെ പരാജയങ്ങളിൽ നിന്നും വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നു. ആ പുനർജന്മമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കുതിര മാറ്റത്തിൻ്റെ വേഗതയെയാണ് സൂചിപ്പിക്കുന്നത്. പുതിയ മാറ്റം വേഗതയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അടിയിലെ കറുത്ത പാത നിങ്ങൾ കാണുന്നുണ്ട് ഈ ചിത്രത്തിൽ. കറുത്ത പാത മോശം പാതയിലൂടെ അല്ലെങ്കിൽ വെല്ലുവിളികളിൽ നിന്ന് ജീവിതത്തിൻ്റെ പുതിയ തുടക്കത്തിലേക്ക് മാറുന്നതിൻ്റെ പ്രതീകമാണ്. ആ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. പഴയ കാല ജീവിതത്തിൻ്റെ ഓർമ്മകളും അനുഭവങ്ങളിൽ നിന്നും പുതിയ ജീവിതത്തിൽ മുന്നേറാനും സന്തോഷത്തോടെ വളർച്ചയും പരിമാണവും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ജീവിതത്തിൽ മാറ്റത്തിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പലരും നിങ്ങൾ എഴുതിത്തള്ളിയ ഒരവസ്ഥ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു ജീവിതത്തിൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ആ കാലഘട്ടം മാറിയിരിക്കുന്നു. ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരം പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഒരവസരമാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങളെ എഴുതിത്തള്ളിയവർക്ക് അവർക്ക് അവരുടെ വാക്ക് മാറ്റേണ്ടി വരും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുനർജന്മം ലഭിക്കുന്നു. പുതിയ ജീവിത രീതിയും പുതിയ സ്ഥലവും, ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാത്തൊരു രാജ്യത്തേക്കോ ഒരിടത്തേക്കോ പോയി അവിടെ ജീവിതം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുന്ന അവസ്ഥ ഇവിടെ സംജാതമാകുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് കാണിച്ചു തന്ന രണ്ട് ഫയലുകൾക്കും ആയിട്ടുള്ള കോമൺ റീഡിംഗ് ആണ്. വ്യത്യാസമില്ല. കാർഡുകൾ പരിശോധിക്കുമ്പോൾ ഏത് ഫയൽ തിരഞ്ഞെടുത്തവർക്കും ഇതേ കാര്യങ്ങൾ തന്നെ ബാധകമാണ്. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആയിരുന്നു. ഇത് ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും ബാധകമാണ്. ഇതൊരു കോമൺ റീഡിംഗുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.